ഹായ് വെൽക്കം ടു എബിൻ. കേട്ടിട്ടിലെ കാറ്റഗറി 1, 2, 3, 4 കോമൺ ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടുള്ള 4ാമത്തെ സീരീസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് പറയുന്നു, 5 ടോപ്പിക് പഠിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാവ് ഫിനിഷ്ഡ് ടേക്കിംഗ് ദി എക്സാമിനേഷൻ. യു ഹാവ് ഫിനിഷ്ഡ് ടേക്കിംഗ് ദി എക്സാമിനേഷൻ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഓപ്ഷൻ എ ഡിഡ്ന്റ് യു, ഓപ്ഷൻ ബി ഹാഡ്ന്റ് യു, ഓപ്ഷൻ സി ഹാവിന്റ് യു ആൻഡ് ഓപ്ഷൻ ഡി വെയറിന്റ് യു. എന്താണിത്? ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാൽ ഷീസ് എ ഗുഡ് ഗേൾ, അവൾ നല്ലൊരു കുട്ടിയാണ് അല്ലേ എന്ന് നമ്മൾ മലയാളത്തിൽ ചോദിക്കുമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഹാവിംഗ് യു. ഇതെങ്ങനെയാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് നോക്കുക. യു ഹാവ് ഫിനിഷ്ഡ് ടേക്കിംഗ് ദി എക്സാമിനേഷൻ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണോ? പോസിറ്റീവ്, കാരണം അതിൽ നെവർ, നോട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ടാഗ് ആയിരിക്കും. അപ്പൊ നോട്ട് ആഡ് ചെയ്യണം. ഓപ്ഷൻസിലൊക്കെ എന്തുണ്ട്? നോട്ട് ഉണ്ട്. അടുത്തതായിട്ട് ഓക്സിലറി വേർബ് നമ്മൾ ടേക്ക് ചെയ്യണം. ഇവിടെ കോൺട്രാക്റ്റഡ് ഫോമിൽ യു ഹാവിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ്. അപ്പൊ അത് ആദ്യം ശ്രദ്ധിക്കുക. ഹാവ് ആണ് അവിടുത്തെ ഏത് ഓക്സിലറി വേർബ്. അപ്പൊ ഹാവിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. അങ്ങനെ ഹാവിനെ നമ്മൾ വെച്ചു, നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ പ്രോനൗൺ എന്താണ്? നമ്മൾ യു എന്ന് തന്നെയാണ് പ്രോനൗൺ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. സോ ദ റൈറ്റ് ആൻസർ ഹാവിംഗ് യു. ഓക്കെ, ഹാവിംഗ് യു. Second question, identify the sentence that expresses a request. Okay, identify the sentence that expresses a request. Request, അപേക്ഷയെ കാണിക്കുന്ന സെന്റൻസ് ഏതാണെന്നാ ചോദിക്കുന്നത് അല്ലെ. നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയും. ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, ഈ ടൈപ്പ് ഓഫ് സെന്റൻസിനെ നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് ഓപ്ഷനിലേക്ക് പോവാം. ഫസ്റ്റ് ഓപ്ഷൻ, wouldn't you mind opening the window? Wouldn't you mind opening the window? Option B, you had better open the window. Option C, hey, you open the window. Option D, it's hot in here, so we need to open the window. ഇവിടെ റിക്വസ്റ്റ് ആയിട്ട് അപേക്ഷിക്കുന്നത് ഏതാ? വുഡിന്റ് യു മൈൻഡ് ഓപ്പൺ ദ വിൻഡോ. അപ്പൊ വുഡ് യു മൈൻഡ് അല്ലെ, വുഡ് യു മൈൻഡ് എന്നുള്ളത് എന്താണ്? ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കാം. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ. ഈ വുഡ് യു മൈൻഡ് വരുന്ന സമയത്ത് നമ്മൾ ing വേർബിന്റെ കൂടെ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വുഡിന്റ് യു മൈൻഡ് ഓപ്പൺ ദ വിൻഡോ. The right answer is option A. So you had better open the window എന്ന് പറഞ്ഞാൽ നല്ലത് വിൻഡോ തുറക്കുന്നതാണ്. അതൊരു റിക്വസ്റ്റ് അല്ല. ഹേ യു ഓപ്പൺ ദ വിൻഡോ, അത് റിക്വസ്റ്റ് ആണ്. ആ ജനലം തുറക്കുന്നു പറയുന്നത് അത് റിക്വസ്റ്റ് അല്ല. ഇറ്റ്സ് ഹോട്ട് ഇൻ ഹിയർ, ഇവിടെ ചൂടാണ്. സോ നമുക്ക് അതുകൊണ്ട് വി നീഡ് ടു ഓപ്പൺ, നമുക്ക് ജനൽ തുറക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ നമ്മൾ വുഡിന്റ് യു മൈൻഡ് എന്നുള്ളത് പൊളൈറ്റ് റിക്വസ്റ്റിന്റെ ഒരു യൂസേജ് എന്നുള്ള അറിഞ്ഞാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഹാൻ സഫേഴ്സ് ഫ്രം സിവിയർ ഡാഷ്. ഇത് സ്പെല്ലിംഗ് ടെസ്റ്റ് ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മൈഗ്രെയിൻ. അപ്പൊ റെഹാന് ഭയങ്കരമായിട്ടുള്ള മൈഗ്രെയിൻ ഉള്ള ഒരാളാണ്. അപ്പൊ റെഹാൻ സഫേഴ്സ് ഫ്രം സിവിയർ ഡാഷ്. അപ്പൊ മൈഗ്രെയിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. MIGRAINE. The migraine is the correct spelling of migraine is second option. Fourth question, which is not an interactive teaching learning strategy. English pedagogy related ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ററാക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഡിബേറ്റ്, ഓപ്ഷൻ ബി റോൾ പ്ലേ, ഓപ്ഷൻ സി ലെക്ചറിങ്, ഓപ്ഷൻ ഡി കൊറിയോഗ്രാഫി. ഇതില് ഇന്ററാക്റ്റീവ് ടീച്ചിങ് ലേണിംഗ്, ഇന്ററാക്ഷൻ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റുഡൻസും ടീച്ചറും ഇന്ററാക്ഷൻ നടത്തുന്നത് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഡിബേറ്റ് ആണെങ്കിൽ നമ്മൾ നല്ല ഇന്ററാക്ഷൻ ആണ് അല്ലെ, അതൊരിക്കലുമല്ല. അതുപോലെ റോൾ പ്ലേ ആണെങ്കിൽ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് നമ്മൾ അത് എന്താ പറയാ ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ്സിലൂടെ നടക്കുന്നത്. അതുപോലെ ലെക്ചർ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന പോലെ ഇങ്ങനെ ജസ്റ്റ് ക്ലാസ് എടുക്കുന്നു, അവിടെ സ്റ്റുഡൻസിന്റെ ലേണേഴ്സിന്റെ ഒരു ഇന്ററാക്ഷൻ നടക്കില്ല. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കൊറിയോഗ്രാഫി എന്ന് പറയുമ്പോഴും എന്താണ്? ഒരു ഇന്ററാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ററാക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് സ്ട്രാറ്റജി ആണ് ഡിബേറ്റ്, റോൾ പ്ലേ, കൊറിയോഗ്രാഫി. അല്ലാത്തത് ലെക്ചറിംഗ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, listening and reading are regarded as dash. Integrative skills, productive skills, explaining skills, receptive skills. ഈ ഒരു ക്വസ്റ്റ്യൻ LSRW ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലാംഗ്വേജ് സ്കിൽസ് അല്ലെ. ദാറ്റ് മീൻസ് LSRW എന്ന് പറഞ്ഞാൽ ലിസണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ്. ഈ 4 സ്കിൽസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിലെ ലിസണിങ്ങും റീഡിങ്ങും എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും ലിസൺ ചെയ്യാൻ തന്നെ എന്താ, വേറൊരാൾ പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. അതുപോലെ റീഡിംഗ് എന്ന് പറഞ്ഞ് വേറൊരാൾ എഴുതി വെച്ച് അല്ലെങ്കിൽ എഴുതിയ സാധനം നമ്മൾ എന്ത് ചെയ്യാം,
വായിക്കണം, അത് റിസീവ് ചെയ്യാണ്. സൗണ്ട് ആണെങ്കിലും നമ്മൾ ഒരാൾ പറയുന്നത് നമ്മൾ റിസീവ് ചെയ്യാണ്, വായിക്കുന്നത് നമ്മൾ റിസീവ് ചെയ്യാം. ദാറ്റ് ഈസ് എ റിസപ്റ്റീവ് സ്കിൽ. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, റിസപ്റ്റീവ് സ്കിൽ. എന്നാൽ റൈറ്റിംഗ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിട്ട്, റൈറ്റ് ചെയ്യാൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ് അല്ലെ, അതുപോലെ നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ദാറ്റ്സ് വൈ പ്രൊഡക്റ്റീവ് സ്കിൽസ് ആണ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അപ്പൊ 4 സ്കിൽസിന്റെ ഡിവിഷന് റിസപ്റ്റീവ് സ്കിൽസ് ഉണ്ട്, പ്രൊഡക്റ്റീവ് സ്കിൽസ് ഉണ്ടെന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പൊ നമ്മൾ ഈ സീരീസിൽ പറഞ്ഞത് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ ടാഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ ടാഗ് എന്താണ്, എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമത്തത് ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ്. തേർഡ് വൺ നമ്മൾ സ്പെല്ലിംഗ് ടെസ്റ്റ് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു. ഫോർത്ത് വൺ ഇംഗ്ലീഷ് പെഡഗോജി, എസ്പെഷ്യലി LSRW, ആൻഡ് ദ ലാസ്റ്റ് വൺ ഓൾസോ LSRW. സോറി, ഫോർത്ത് വൺ നമ്മൾ ഇംഗ്ലീഷ് പെഡഗോജി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇന്ററാക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസിനെ കുറിച്ചും. ലാസ്റ്റ് വൺ ആണ് അഗൈൻ ഇംഗ്ലീഷ് പെഡഗോജി തന്നെയാണ്, അതിൽ LSRW ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.